സുഭാഷിതം. സെക്കരിയ പ്രവചനം 6-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങൾ. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. മുള എന്ന പേരുള്ളൊരു പുരുഷനുണ്ടല്ലോ, അവൻ തൻ്റെ നിലയിൽ നിന്ന് മുളച്ചു വന്ന് യഹോവയുടെ മന്ദിരം പണിയും. അവൻ തന്നെ യഹോവയുടെ മന്ദിരം പണിയും. അവൻ ബഹുമാനഭൂഷണം ധരിച്ച് സിംഹാസനത്തിൽ ഇരുന്ന് വാഴും. അവൻ സിംഹാസനത്തിൽ പുരോഹിതനുമായിരിക്കും. ഇരുവർക്കും തമ്മിൽ സമാധാന മന്ത്രണം ഉണ്ടാകും. Tell him, this is what the Lord Almighty says. Here is the man whose name is the branch, and he will branch out from his place and build the temple of the Lord. യേശു ക്രിസ്തുവിനെ കുറിച്ച് വളരെ വ്യക്തമായ ഒട്ടനവധി പ്രവചനങ്ങൾ സെക്കരിയ പ്രവചനത്തിൽ കാണുവാൻ കഴിയും. മശിഹായുടെ 2 ആഗമനങ്ങളെയും കുറിച്ച് ഈ ഗ്രന്ഥം ചിത്രീകരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ മരണം, 2ാം വരവ്, ഭരണം, പൗരോഹിത്യം, രാജ്യത്വം, മനുഷ്യത്വം, ദൈവത്വം, താഴ്ച, നിരാകരണം, 30 വെള്ളിക്കാശിന് വിൽക്കുന്നത്, നിത്യസമാധാനം, ക്രൂശിതിങ്കലേക്കുള്ള ഇസ്രയേലിൻ്റെ മടങ്ങിവരവ്, ക്രിസ്തുവിൻ്റെ ന്യായവിധി മുതലായ വിഷയങ്ങൾ ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. നാം വായിച്ച വാക്യങ്ങൾ മശിഹായെക്കുറിച്ചുള്ള പ്രവചനമാകുന്നു. മുള അഥവാ ശാഖ എന്നുള്ളത് മശിഹായിക്ക് പരിചിതമായ ഒരു സ്ഥാനപ്പേരാണ്. യെശയ്യാവ് 11:1 എഴുതിയിരിക്കുന്നത്, എന്നാൽ യിശയ്യായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും, അവൻ്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും. യിരെമ്യാവ് 23:5 വായിക്കുന്നു, ഞാൻ ദാവീദിന് നീതിയുള്ള ഒരു മുളയായവനെ ഉത്ഭവിപ്പിക്കുന്ന കാലം വരും. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു എന്ന മുള ദാവീദിന്റെ സന്തതി പരമ്പരകളിൽ നിന്നാണ് ഭൂമിയിൽ അവതരിച്ചത്. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. നിർജീവമായി തോന്നുന്നതിൽ നിന്ന് ശാഖകൾ ജീവൻ പ്രാപിക്കുന്നു എന്നുള്ളതാണിത് എടുത്തു കാണിക്കുന്നത്. ഈ മുന്തിരിവള്ളിയിൽ വസിച്ച് ജീവൻ പ്രാപിപ്പാനും ഫലം കായ്ക്കുവാനുമാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഈ മുള തൻ്റെ നിലയിൽ നിന്ന് തന്നെ മുളച്ചു വന്നു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. യോഹന്നാൻ അത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായത് ഒന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവിടുന്നാണ് യഹോവയുടെ മന്ദിരം പണിയുന്നതെന്ന് സെക്കരിയാവ് പ്രവചിച്ചു. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് കർത്താവ് അരുളി ചെയ്തു. 1 പത്രോസ് 2:4 പറഞ്ഞിരിക്കുന്നു, ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശു ക്രിസ്തു മുഖാന്തരം പണിയപ്പെടുമെന്ന്. നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ. അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. അവിടുന്ന് പുരോഹിതനും രാജാവുമാകുന്നു, രാജാതി രാജാവും കർത്താതി കർത്താവും. യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും എന്ന് പൗലോസ് എഴുതിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ആ കാലം ഏറ്റവും ആസന്നമായിരിക്കുന്നു. യേശു കർത്താവിൽ വിശ്വസിച്ച് അവിടുത്തെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഓരോ വ്യക്തിയും ആ രാജാവിൻ്റെ പ്രജകളാണ്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു എന്ന് പത്രോസ് എഴുതിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, എത്ര വലിയ ഒരു പദവിയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അത് നഷ്ടമാക്കാതെ അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് ജീവിപ്പാൻ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു ആൾ വിത്ത് ദീസ് വേർഡ്സ്. എനിക്കായി സഹിപ്പാൻ എന്നിൽ